അഫ്താബ്, ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട് യുഎസിനോട് ഇനി ഇറാന് മേലൊരു യുദ്ധം പാടില്ല എന്ന്. അതൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിലും യു എസ് നിലപാടെടുക്കുന്നത്. ഇന്ന് യു എസ് പ്രസിഡന്റ് പറയുന്നത് ഇറാന്റെ നാഗരികതയെ തന്നെ ഇല്ലാതാക്കും. വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട് കൂടുതൽ ആയുധം, കടുത്ത ആയുധം വേണമെങ്കിൽ ഞങ്ങൾ എടുക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടെ JD വാൻസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധം മുന്നോട്ട് ഈ വെടിനിർത്തൽ സമ്പൂർണമായ ഒരു വെടിനിർത്തലിനേക്കാൾ സാധ്യത അമേരിക്കയെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെ വരുന്നുണ്ടല്ലോ. നമുക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം യുഎസിനകത്തുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദമാണ്. കാരണം അദ്ദേഹത്തിന് മറ്റൊരു ഇലക്ഷൻ, ഒരു മിഡ് ടേം ഇലക്ഷൻ അദ്ദേഹം നേരിടാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ചരിത്രത്തിലെ റെക്കോർഡ് നിലയിലേക്ക് ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ യുഎസ് എന്തായാലും യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്ന് താല്പര്യപ്പെടുകയില്ല. മാത്രമല്ല, ഇനിയൊരു യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതുവരെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇറാനകത്തുള്ള അവരുടെ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സിവിലിയൻ കേന്ദ്രങ്ങളിലെ താമസ കെട്ടിടങ്ങൾ, പാലങ്ങൾ, ഇങ്ങനെയുള്ള ഘട്ടമാണ് കഴിഞ്ഞതെങ്കിൽ ഇനിയുള്ള ഒരു യുദ്ധത്തിന്റെ ഗതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സിവിലിയന്മാരെ നേരിട്ട് അവരിലേക്ക് നേരിട്ട് യുദ്ധം എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാകും ഇനിയൊരു യുദ്ധം മുന്നോട്ട് പോലുണ്ടാകുക. എന്ന് വെച്ചാൽ ജനങ്ങളുടെ മരണം കൺമുമ്പിൽ കാണേണ്ട സാഹചര്യമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് സ്വാഭാവികമായിട്ടും യുഎസിനകത്ത് അഫ്താബ് റഹ്മാനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചു വന്നത്. വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്. ഇറാനും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നായാലും അമേരിക്കയുടെ ഭാഗത്തുനിന്നായാലും. ഇപ്പോൾ ലെബനോനിൽ തിരിച്ചടി എന്ന മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇസ്രായേലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അഫ്താബ് റഹ്മാൻ തുടരുന്നുണ്ട്. അഫ്താബ്, ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? ലെബനോനിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികന് മരണം സംഭവിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. ഈ യുദ്ധത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കരമാർഗം ഇസ്രായേൽ പ്രവേശിച്ച ഒരു പ്രദേശമാണ് ലെബനോൻ. പ്രത്യേകിച്ച് ലിഥാനി എന്നറിയപ്പെടുന്ന ഒരു പുഴയോട് ചേർന്നുകൊണ്ട്, ഒരു റിവറിനോട് ചേർന്നുകൊണ്ടാണ് അത്രയും ഭാഗം ബഫർ സോണാക്കി മാറ്റുവാനാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിനിടെ ശ്രമിച്ചത്. എന്ന് വെച്ചാൽ ലെബനോൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏതാണ്ട് 15% ഭൂപ്രദേശത്തോളം കരയുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുവാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ വൻതോതിൽ ആൾനാശം ലെബനോനകത്തും ഇസ്രായേലിനകത്തും ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലെബനോനോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, എന്ന് വെച്ചാൽ നോർത്തേൺ ഭാഗമാണ്. ഇവിടെയാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം സംഭവിച്ച ഒരു മേഖല. പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ വലിയ തോതിൽ ആൾനാശം ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇന്നുണ്ടായിരിക്കുന്ന സംഭവം, ഇവിടെ ഇസ്രായേൽ സൈനികർ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ആംബുഷ് പോലെ അല്ലെങ്കിൽ ഒരു ഗറില്ല യുദ്ധ സ്വഭാവത്തിൽ ആക്രമണം നടത്തിയെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. അതിനിടയിൽ ഈ ഇസ്രായേലി സൈനികർക്ക് നേരെ ഈ ആക്രമണം നടന്നപ്പോൾ അതിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി IDF തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് പുറമെ നിരവധി സൈനികരെ പരിക്കേറ്റ് ഹെലികോപ്റ്ററുകളിൽ മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ഒരു പക്ഷേ യുഎസിനെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായത് സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയുടെ ഇടപെടൽ കൂടിയാണ്. കാരണം ഒരേ സമയം ഇസ്രായേലിനോട് ചേർന്നുകൊണ്ട് ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന ഹിസ്ബുള്ള നടത്തിയ സമാന്തര ആക്രമണം ഈ യുദ്ധത്തിന്റെ ഗതിയിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗസ യുദ്ധ സമയത്ത് ഹിസ്ബുള്ളയുടെ സമ്പൂർണമായിട്ടുള്ള ആയുധശേഷി തങ്ങൾ ഇല്ലാതാക്കി എന്നുള്ളതായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന ചിത്രങ്ങളോ ദൃശ്യങ്ങളോ അതല്ല പറയുന്നത്. ഇപ്പോഴും ഹിസ്ബുള്ളക്ക് സായുധമായി പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന തരത്തിൽ, കരയുദ്ധത്തിൽ നേർക്കുനേർ ഇസ്രായേലുമായി പോരാടുവാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഇത് ഇറാന്റെ ഭാഗത്തു നിന്നും അവരുടെ അസിമെട്രിക് വാർഫെയർ സ്വഭാവത്തിൽ ഹിസ്ബുള്ളയെ ഈ ഒരു 12 മാസത്തിനിടെ പരിശീലിപ്പിച്ചെടുത്തതാണ്. അത് കൃത്യമായി ഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ നിന്നും തെളിയുന്നത്. എന്ന് വെച്ചാൽ ഒരേ സമയം ഇറാനകത്തും ഒരേ സമയം ലെബനോനകത്തും യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇസ്രായേൽ ഉള്ളത്. പക്ഷെ അവർക്കത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പറയുന്ന രൂപത്തിൽ തന്നെ വലിയ തോതിൽ തിരിച്ചടിയും ആൾനാശവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിനിഷ, അഫ്താബ് റഹ്മാനാണ് സൗദിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.